ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ നിങ്ങളോട് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഈ ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ലൈവ് ഡെമോ നാളെ മുതൽ നിങ്ങൾ എങ്ങനെയാണ്, അതായത് കൃത്യമായിട്ട് ജൂലൈ 2 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് വരട്ടെ. നമ്മുടെ കീം വെബ്സൈറ്റിൽ ആ ഒരു അപ്ഡേറ്റ്സിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ഒന്നെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയോ ലാപ്ടോപ്പ് വഴിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിന്റെ ഡെമോ വീഡിയോ നിങ്ങളോടൊപ്പം ഇതാ നമ്മൾ പ്ലേ ചെയ്യാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ 2025 നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതേ പ്രൊസീജിയർ, ഏകദേശം ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല. ഡെഡ് ലൈനൊക്കെ മാറുമെങ്കിലും നമ്മുടെ കീമിന്റെ വെബ്സൈറ്റിൽ ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഇത്തവണയും ഓപ്ഷൻസ് ഏറെക്കുറെ രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പം ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. സോ കീം 2026 സ്റ്റുഡൻസ്, ജസ്റ്റ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കിടക്കുകയാണ്. സോ നിങ്ങൾ ഇതിനോടകം ഓൾറെഡി റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു തവണ ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടാകും, അല്ലാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിലൂടെ കാണുന്നത്. ഓക്കെ, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഇത്തരത്തിലേക്കുള്ള ഒരു വിൻഡോയിലോട്ട് വരും. അപ്പോൾ അവിടെ അതിനുശേഷം OTP അതെല്ലാം നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും. സോ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ ഒരു 1 ടൈം പാസ്വേഡും ബാക്കി കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് എന്താണ് OTP എൻട്രി ചെയ്യാം. ദെൻ അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നീട് എന്താണ് നിങ്ങളുടെ ആക്ച്വൽ പ്രൊസീജിയറിലേക്ക് കിടക്കുകയാണ്. ഗെറ്റ് OTP, പേയ്മെന്റ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. സോ ആദ്യം നമ്മൾ ഗെറ്റ് OTP ചെയ്തു, അടുത്തത് പേയ്മെന്റ് ആണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഫീ ടു ബി പെയ്ഡ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇത് ഡെമോ വീഡിയോ ആണ്. ഇത്തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ഫീൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ ബാക്കി ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ പേയ്മെന്റിന്റെ തന്നെ ഓരോ കാര്യങ്ങളും ആ പേയ്മെന്റ് മെത്തേഡ് വഴി നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. സോ ഗെറ്റ് OTP, ദെൻ പേയ്മെന്റ്. എന്നിട്ട് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആ പേയ്മെന്റ് നമുക്ക് എന്തായാലും എനിവേ സ്കിപ്പ് ചെയ്യാം. സോ ഡൺ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ച്വൽ പ്രൊസീജിയർ വരുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഇതാ 3ാമത്തെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഓപ്ഷൻ രജിസ്ട്രേഷൻ. അവിടെ കൊടുത്തിട്ടുള്ള ബാക്കി ഗൈഡ് ലൈൻസ് ഒക്കെ വായിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. നോക്കുക, അവൈലബിൾ ഓപ്ഷൻസ് ഒരു സൈഡിൽ ഉണ്ടാകും. ഓക്കെ, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എങ്ങനെയാണ്, കോഴ്സ് ഏതാണ്, കോട്ട ഏതാണ്, എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോളേജുകളും കോഴ്സുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഏതാണ്, ഓക്കെ, ഏതാണ് നമ്മൾ കൊടുക്കുന്നത്, ഓൾ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഗവൺമെന്റ് മാത്രം മതിയെങ്കിൽ ഗവൺമെന്റ് മാത്രം ടൈപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കോളേജുകൾ അവിടെ വരും. എന്നിട്ട് അതിനനുസരിച്ചുള്ള കോഴ്സ്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ ഗവൺമെന്റ് കോളേജുകളുടെ നിരവധി ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതിനെ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയും. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ അതിൽ ഒന്നെങ്കിൽ കോളേജിന്റെ കോഡ്, മീൻസ് ഓപ്ഷൻ എൻട്രിക്ക് വേണ്ടി ഓരോ കോളേജിനും ഓരോ കോഡ് ഉണ്ട്. നമ്മൾ +1 ചെയ്ത പോലെ സ്കൂൾ കോഡ് പോലെ ആ രീതിയിൽ ചെയ്യാം. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനനുസരിച്ച് അതിൽ സെലക്ട് ചെയ്യാം. ഓരോ ടൈപ്പും ഫിൽട്ടർ ചെയ്തിട്ട് ആ കോഴ്സ്, ഏത് കോഴ്സാണോ വേണ്ടത് അത് ഉപയോഗിച്ച് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഇതാ ഇത്രയും കോളേജുകളുടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കണമെന്ന്, ആ കോളേജിനനുസരിച്ചുള്ള കോഴ്സിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ആ കോഴ്സിന്റെ ഫീസും ബാക്കി എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആക്ച്വലി സെമസ്റ്റർ ഫീ, ട്യൂഷൻ ഫീ എത്രയാണ് വരുന്നത്, അതിനെ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് മാറ്റുക. ആ ഒരു ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കറന്റ് സെലക്റ്റഡ്, നമ്മൾക്ക് എത്രയാണ് സെലക്ട് ചെയ്യാൻ, കഴിഞ്ഞ വർഷം 20, ഇപ്പോൾ അതിനേക്കാളും ഓപ്ഷൻസ് വന്നേക്കാം. അതിനനുസരിച്ച് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ ഓർഡർ ഉൾപ്പെടെ അവസാനം എന്ത് ചെയ്യാം നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരു കോളേജും ഒരു കോഴ്സും ചേരുന്നതാണ് ഒരു ഓപ്ഷൻ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ തന്നെ അതേ കോളേജിലെ മറ്റൊരു കോഴ്സ് ആണെങ്കിൽ അത് സെക്കൻഡ് ഓപ്ഷനാണ്, മറ്റൊരു ഓപ്ഷനാണ്. നമ്മൾ ഈ +1 തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെ ഹ്യൂമാനിറ്റീസും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ സെലക്ട് ചെയ്ത് എന്താണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, തിരുവനന്തപുരത്ത്
രണ്ട് ഓപ്ഷൻ. ഇപ്പോൾ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അതേ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈസി ആണ്. അവിടെ നോക്കുക, ടൈപ്പ് ഗവൺമെന്റ് എയ്ഡഡ് കൊടുത്തിട്ടുണ്ട്, ദെൻ കോഴ്സ് ഫീസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് എല്ലാം കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ തൃശ്ശൂരാണ്, ഫസ്റ്റ് ഓപ്ഷൻ അതേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ തൃശ്ശൂർ CET ആണ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ആഡ് ചെയ്യാം. ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻസ് നമ്മൾ വെച്ചു. മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ഏതാണ് വെച്ചത്? ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരിൽ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് വെച്ചത്. രണ്ടാമത് വെച്ചാൽ TKM ആണ്, എനിക്ക് മാറിപ്പോയതാണ്. അപ്പോൾ ഈ രീതിയിൽ വയ്ക്കുക, എന്നിട്ട് ഓപ്ഷൻ സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനേക്കാളും അക്ഷയയിൽ പോയി ഒരു സേഫർ സൈഡിന് ചെയ്തേക്കാം. ഓൾവേസ് ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നാളെ മുതലുള്ള പ്രൊസീജിയേഴ്സ് തുടങ്ങാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അതായത് ബേസിക്കലി ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ഫർദർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് വരുന്നില്ല. ഈ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ വരുന്ന അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാൻ സമയത്താണ് ഈ പറയുന്ന ഡോക്യുമെന്റ്സ്, റിസർവേഷൻ ഉൾപ്പെടെയുള്ള മറ്റ് ഡോക്യുമെന്റ്സ് കോളേജുകളിൽ വെരിഫൈ ചെയ്ത് അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുന്നത്. ഇതിന് ഓപ്ഷൻ രജിസ്ട്രേഷന് മുമ്പ് തന്നെ നിങ്ങൾ കീമിൽ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും മാർക്കുകളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷന് പ്രത്യേകം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങനെ വരുന്നില്ല. അവിടെ പേയ്മെന്റ് ആണ്. പേയ്മെന്റ് അടച്ചിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ. അതിന്റെ കാര്യങ്ങളെല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യും, പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഇതൊന്ന് നോക്കി വെക്കുക, ഒരു റെഫറൻസ് വീഡിയോ ആണ്. നിങ്ങൾ എന്തോ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ടൈമിൽ വന്നത്. സോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തു ഗൈസ്. ഓൾ ദി ബെസ്റ്റ്.